ശ്രീജിത്ത്, ഈ ഇതിലെ ശിക്ഷാവിധി വരുന്നത് 16-ാം തീയതിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 16-ാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ വ്യാഴാഴ്ചയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണല്ലോ പുതുതായി വരുന്ന വിവരം. ചെന്താമര 3 കൊടും കൊലപാതകങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആദ്യം സജിതയെ കൊന്നു, അതിനുശേഷം പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊല്ലുന്നത്. അപ്പോൾ എങ്ങനെ ഈ 3 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ചെന്താമര. ഇപ്പോൾ ഈ ശിക്ഷാവിധി പ്രഖ്യാപനം 16-ാം തീയതി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, തീർച്ചയായും 16-ാം തീയതി, അതായത് മറ്റന്നാൾ ഈ ഒരു കേസിൽ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കെനാത്ത് ജോർജ് എന്നാണ് ജഡ്ജിന്റെ പേര്. അദ്ദേഹമായിരിക്കും പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജ്. അദ്ദേഹമായിരിക്കും ആ ഒരു വിധി പുറപ്പെടുവിക്കുക. തൂക്കുകയർ വേണമെന്ന് സൈതയുടെ മക്കൾ അല്പസമയം മുമ്പ് 24-ലൂടെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾക്ക് ഭയമാണ്. കാരണം ഈ ചെന്താമര ഈ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ചെന്താമരയുടെ ഭാര്യ വന്ന് ചെന്താമരക്കെതിരെ സാക്ഷി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് നമ്മളുടെ പ്രതിനിധി ആ പ്രദേശത്ത് പോയി അദ്ദേഹത്തിന്റെ പ്രതികരണം, ഈ ചെന്താമരയുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ഈ പ്രതി ഒരു കൂസലുമില്ലാതെയാണ് പറഞ്ഞത്, ഇനിയും താൻ കൊല്ലും, തനിക്കെതിരെ നിൽക്കുന്ന ആരെയും താൻ കൊല്ലുമെന്ന് ഒരു കൂസലുമില്ലാതെ വളരെ ധൈര്യത്തോടു കൂടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വിധി വരികയാണ് എന്ന് തൊട്ടടുത്ത ദിവസം നമ്മൾ വീണ്ടും പോയി ചെന്താമരയോട് ചോദിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള മനസാക്ഷി കുത്ത് ചെന്താമരയ്ക്കുണ്ടോ എന്ന് നോക്കാൻ തന്നെയായിരുന്നു നമ്മളെ പ്രതിനിധി അവിടെ എത്തിയത്. പക്ഷേ അപ്പോഴും ഈ കൊടും കുറ്റവാളി ക്രിമിനൽ പറഞ്ഞത് തനിക്ക് വിധി വരുന്നതിൽ യാതൊരു പേടിയുമില്ല, യാതൊരു തർക്കവുമില്ല, എന്ത് വിധി വേണമെങ്കിലും വന്നോട്ടെ, താൻ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, തനിക്ക് ചെയ്ത കൊലകളിൽ യാതൊരു തരത്തിലുള്ള മനസാക്ഷി കുത്തുമില്ല എന്നാണ് ഈ ചെന്താമര പറഞ്ഞു വെക്കുന്നത്. എന്തായാലും 16-ന് വിധി വരും. ആളുകൾ ശ്രീജിത്ത്, നെന്മാറ പോത്തുണ്ടി സജിത കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി 16-ാം തീയതി കോടതി പ്രഖ്യാപിക്കും. ഇപ്പോൾ ഐഷത്തുൽ ഷംന ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട്ട് നിന്ന്. ഷംന, എന്തായിരിക്കും, തൂക്കുകയർ കിട്ടുമോ അതോ ചെന്താമരയ്ക്ക് തൂക്കുകയർ കിട്ടില്ലേ എന്നതായിരുന്നു ഈ കേസിൽ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്നത്. ശിക്ഷാവിധി എന്താകും എന്നുള്ളതാണ്. ശിക്ഷാവിധി വരാൻ പോകുന്നത് 16-ാം തീയതിയാണ്. ഇരട്ടക്കൊലപാതക കേസാണ്. ആദ്യം സജിതയെ കൊലപ്പെടുത്തി, അതിനുശേഷം ജനുവരി 27-ന് ഇരട്ടക്കൊലപാതകം നടത്തി. അയൽവാസിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല കോടതിയിൽ യാതൊരു കൂസലുമില്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സംഗമായി നിന്ന് അതെല്ലാം കേട്ട് താൻ കുറ്റക്കാരനാണെന്ന കോടതി വിധി കേൾക്കുന്ന ചെന്താമരയെ കുറിച്ചാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ? ജിക്ക്, ആദ്യ കേസായി തന്നെയാണ് ഇന്ന് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി, അഡീഷണൽ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചത്. വിധി പറയാനായി ജഡ്ജി കെന്നത്ത് ജോർജാണ് എത്തിയിരുന്നത്. പക്ഷേ വിധി 16-ാം തീയതിയാണ്. എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്ന ഒരു വിധിയായിരുന്നു. കാരണം ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അതിക്രൂരമായി പ്രതി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. അതും ഒരു പ്രകോപനവും ഇല്ലാതെ അയാളുടെ സംശയരോഗത്തിന്റെ പേരിൽ, അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ഈ 3 കൊലപാതകങ്ങളും നടന്നത്. അതിനുശേഷം പല ഘട്ടത്തിൽ, വിചാരണയുടെ ഘട്ടത്തിൽ ാണെങ്കിലും വാദം പൂർത്തിയായതിനു ശേഷമൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ചെന്താമര പറഞ്ഞിരുന്നത് എനിക്കൊരു ഭയവുമില്ല, തൂക്കുകയറാണെങ്കിൽ പോലും അതിലൊന്നും ഭയപ്പെടുന്ന ഒരാളല്ല ചെന്താമര എന്ന് തന്നെയായിരുന്നു. അയാൾക്കൊരു കൂസലവും ഇല്ലാതെ, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അയാൾ നമ്മൾ കണ്ടതാണ്. ഇന്നും കോടതിയിലെത്തിയപ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ, ഒരു ഭയവും ഇല്ലാതെ, ഒരു കൂസലും ഇല്ലാതെ തന്നെയാണ് ചെന്താമര കോടതിയിലെത്തിയത്. എന്തായാലും 11:30യോട് കൂടി തന്നെ കോടതി കേസ് പരിഗണിച്ചു. ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി വിധി, ഈ ചെന്താമരയ്ക്ക് തൂക്കുകയർ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ വിധി 16-ാം തീയതി പറയുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. 16-ാം തീയതി ആയിരിക്കും കേസിൽ വിധി. എന്തായാലും ഈ വിധി കേൾക്കാൻ വേണ്ടി സുധാകരന്റെയും സജിതയുടെയും മക്കൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി, അയാളുടെ വിധിയാണ് മറ്റന്നാൾ വരാൻ പോകുന്നത്. കുറ്റക്കാരനാണ് എന്ന് തന്നെ കോടതി പറയുന്നു. ഒപ്പം തന്നെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൂടി ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി. തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. അങ്ങനെ ഒരു ഘട്ടത്തിലും ആദ്യഘട്ടത്തിലുള്ളതുപോലെ തന്നെ അയാൾക്കൊന്നും പറയാനില്ല, കൂടുതലൊന്നും പറയാനില്ല, ഒരു ഭയമില്ല, ഒരു കൂസലില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.